ശശി തരൂരിന്റെ സർക്കാർ അനുകൂല പ്രസ്താവനയിൽ കേരളത്തിലെ കോൺഗ്രസിൽ ചേരിപ്പോര്. തരൂരിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകാത്തതിൽ വലിയ പ്രതിഷേധത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എന്നാൽ തരൂരിന് സുധാകരൻ അടക്കമുള്ള മറുചേരിയുടെ ശക്തമായ പിന്തുണയുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്ന വിശദാംശങ്ങളുമായി. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. ശശി തരൂർ കോൺഗ്രസിന് ഉണ്ടാക്കി വെച്ചൊരു തലവേദന എന്ന് പറയുന്നത് വലിയ തലവേദനയല്ല ഷീജ. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് അനുകൂലമായി പറഞ്ഞാലും പ്രതികൂലമായി പറഞ്ഞാലും അത് വലിയ തിരിച്ചടിയിലേക്ക് പോകുന്നു എന്നൊരു തിരിച്ചറിവിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇനിയും അത് തിരിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായും നമുക്ക് തമാശയായി തോന്നുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്. വി.ഡി. സതീശനോട് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഹൈക്കമാൻഡ്, മിണ്ടിപ്പോകരുത്, ശശി തരൂർ എന്തെങ്കിലും പറഞ്ഞോട്ടെ, താങ്കൾ അതിൽ പ്രസ്താവിക്കാൻ പോകണ്ട, പ്രതികരിക്കാൻ പോകണ്ട എന്ന ശശി തരൂരിൻ്റെ പ്രസ്താവനയോട് വി.ഡി. സതീശൻ്റെ പ്രതികരണങ്ങൾക്ക് ഹൈക്കമാൻഡിൻ്റെ കൃത്യമായ വിലക്കുണ്ട്. മുസ്ലിം ലീഗിന് വലിയ അതൃപ്തിയുണ്ട് ഷീജ. കാരണം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അഥവാ UDF വീണ്ടും അധികാരത്തിലേക്ക് വരുമ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം വരെ അവർ വെക്കാനുള്ള ഒരു തീരുമാനം ലീഗിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അഭിപ്രായ ഭിന്നത ഇക്കാര്യത്തിൽ കോൺഗ്രസുമായി ലീഗിനുണ്ട്. അത് ഹൈക്കമാൻഡിനെ നേരിട്ട് അറിയിക്കാനുള്ള തീരുമാനം ലീഗ് കോർഡിനേഷൻ സമിതി യോഗം എടുക്കുന്നു. വി.ഡി. സതീശൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു. ശശി തരൂരിനെതിരെയുള്ള വിഷയത്തിൽ കെ സുധാകരൻ എല്ലായ്പ്പോഴും വി.ഡി. സതീശനെതിരെ നിൽക്കും പോലെ മറുഭാഗത്ത് സുധാകര പക്ഷവും നിൽക്കുന്നു. ഏത് രീതിയിലേക്കാണ് കോൺഗ്രസിൽ കാര്യങ്ങൾ പോകുന്നത്? വിനിഷ, ഏതായാലും ശശി തരൂരിന്റെ ഈ ലേഖനം ചെറിയ തോതിലുള്ള പൊല്ലാപ്പൊന്നുമല്ല കോൺഗ്രസിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഏതായാലും അത് UDF എന്നൊരു മുന്നണിയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കോൺഗ്രസിന്റെ കാര്യം മാത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ രണ്ട് പക്ഷം, അതായത് സുധാകര പക്ഷവും വി.ഡി. സതീശൻ പക്ഷവും. വി.ഡി. സതീശൻ തരൂരിനെതിരെ ശക്തമായ രീതിയിൽ നിലകൊള്ളുമ്പോൾ നമുക്കറിയാം സുധാകരൻ അത്രത്തോളം രൂക്ഷമായ രീതിയിലല്ല ഒരു മയപ്പെടുത്തിയ പ്രതികരണമായിരുന്നു സുധാകരൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴേതായാലും സുധാകര പക്ഷത്തിന്റെ ഒരു വിലയിരുത്തൽ ഈ വിഷയത്തിൽ എന്ന് പറയുന്നത് സതീശന്റെ അപക്വമായിട്ടുള്ള പ്രതികരണം, എടുത്തുചാടിയുള്ളൊരു പ്രതികരണം തരൂരിനെതിരെ അത് വലിയ തോതിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുന്നുണ്ട് എന്നുള്ളൊരു പൊതു വിലയിരുത്തലിലേക്കാണ് സുധാകര പക്ഷം എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും തരൂരിനെ പ്രകോപിപ്പിച്ചതും, കാരണം തരൂര് മാധ്യമങ്ങളെ കണ്ട് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നിലപാട് ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് ഈ സുധാകര പക്ഷത്തിന്റെ നിലപാട്. ഏതായാലും ഹൈക്കമാൻഡ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഹൈക്കമാൻഡ് ആകട്ടെ തരൂരിനെ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു നിലപാടാണ്. അതുകൊണ്ട് തന്നെ ഇനി അത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ തരൂരിനെതിരെ വേണ്ട എന്നൊരു രീതിയിലുള്ള നിർദ്ദേശം അത് കൃത്യമായ രീതിയിൽ തന്നെ പ്രതിപക്ഷ നേതാവിനും പോയിട്ടുണ്ട്. ഇത് വലിയ തോതിലുള്ള ക്ഷീണമാണ് പ്രതിപക്ഷ നേതാവിന് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഏതായാലും സുധാകര പക്ഷം തരൂരിനെ അനുകൂലിച്ച് ഒരു ഭാഗത്ത് നിലകൊള്ളുകയാണ്. സതീശനെതിരെയാണ് സുധാകര പക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധം എന്ന് പറയുന്നത്. ഈ പ്രശ്നങ്ങൾ ഇത്രത്തോളം എത്തിച്ചത് പ്രതിപക്ഷ നേതാവ് ഒറ്റൊരാളുടെ പ്രതികരണത്തിലൂടെയാണ് എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ മുന്നണിയിലേക്ക് കടക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിനും ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെതിരെ ശക്തമായിട്ടുള്ള വിയോജിപ്പുണ്ട്. കാരണം ഇത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ആകെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രത്യേകിച്ചും പല ഘട്ടങ്ങളിലും പ്രതിപക്ഷ നേതാവ് നടത്തുന്ന പ്രസ്താവനകൾ അത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ആകെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. കോൺഗ്രസിനകത്ത് നിലവിൽ രമ്യമായി പരിഹരിക്കേണ്ട വിഷയങ്ങൾ പോലും പലതിലും പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ഒന്നുകൊണ്ട് മാത്രം അത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്നുണ്ട്. ഈ വിഷയത്തിലടക്കം പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനോട് കടുത്ത വിയോജിപ്പ് തന്നെയാണ് മുസ്ലിം ലീഗിനുള്ളത്. ഏതായാലും ഇതിപ്പോൾ ശശി തരൂരിന്റെ ഒരു ലേഖനം അത് സർക്കാർ ചെയ്തിട്ടുള്ള സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ, വ്യവസായ മേഖലയിലെ മികച്ച നേട്ടം, ഇതെല്ലാം അത് കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലുള്ളൊരു ലേഖനമായിരുന്നു ഇത് വസ്തുതയാണ് എന്നുള്ളത് ജനം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ഒരു പക്ഷത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചെറിയ തോതിലല്ല കോൺഗ്രസിനെ അലട്ടിയിരിക്കുന്നത്. ഇപ്പോൾ അത് മുന്നണിയിലേക്കും UDF എന്ന് പറയുന്ന മുന്നണിയിലേക്കും ആ അതൃപ്തികൾ, പ്രതിപക്ഷ നേതാവിന്റെ വിമർശനങ്ങൾ അത് വലിയ തോതിലുള്ള അതൃപ്തിക്ക് തന്നെയാണ് ഇടയാക്കിയിട്ടുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അയലുകൾ ഉണ്ടാകും മുന്നണിക്കുള്ളിൽ എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല വിനിഷ.
ഷീജ, നമ്മളൊക്കെ അത്ഭുതപ്പെടുന്ന അമ്പരക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജനങ്ങൾ ഈ വസ്തുതയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. എന്തുകൊണ്ട് വി ഡി സതീശൻ ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നു? വി ഡി സതീശൻ കേവലം ഒരു കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങളുടെ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു കോൺഗ്രസ് പ്രതിനിധി മാത്രമല്ല വി ഡി സതീശൻ എന്ന് പറയുന്നത്. ജനങ്ങളുടെ ഭാഗത്ത് ഇത് ജനങ്ങളെ സംബന്ധിക്കുന്ന കാര്യമാണ് ഷീജ. കേരളത്തിൽ ഒരു വ്യവസായ രംഗത്ത് ഉന്നമനം വന്നു എന്നുള്ളതിൻ്റെ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതിൻ്റെ ഗുണം ലഭിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്കാണ്. കൊച്ചിയിൽ ആഗോള നിക്ഷേപക ഉച്ചകോടി നടക്കുന്നു. അതിൽ പങ്കെടുക്കാമെന്ന് വി ഡി സതീശന് സമ്മതിക്കേണ്ടി വരുന്നു. അത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം എന്തുകൊണ്ട് വി ഡി സതീശൻ തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ്. എല്ലായിടത്തും അപഹാസ്യനായി പോവുകയാണ്. ഇത്തരത്തിലുള്ള നിലപാടാണോ പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കേണ്ടത് എന്ന വലിയൊരു ചോദ്യമുണ്ട്. തീർച്ചയായും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ വിനിഷ, പല വിഷയങ്ങളിലും പ്രതിപക്ഷ നേതാവ് വളരെ തിടുക്കപ്പെട്ട് സർക്കാരിനെതിരെയുള്ള പ്രതികരണങ്ങൾക്ക് മാത്രമാണ് മുൻതൂക്കം നടത്തുന്നത്. അതിൻ്റെ വസ്തുതകൾ പരിശോധിക്കുന്നില്ല എന്നുള്ളത് വലിയ വിമർശനം വി ഡി സതീശനെതിരെ പല ഭാഗത്ത് നിന്നായി ഉയരുന്നുണ്ട്. അതിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശശി തരൂരിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇതിൽ കൃത്യമായ രീതിയിൽ ജനങ്ങൾക്കടക്കം മനസ്സിലാകുന്നുണ്ട് ഏത് രീതിയിലാണ് വ്യവസായ മേഖലയിൽ സംസ്ഥാനത്ത് കഴിഞ്ഞ 8 വർഷങ്ങളിലൂടെ വലിയ മാറ്റം വന്നിട്ടുള്ളത് എന്നുള്ളത് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്നുണ്ട്. അപ്പോഴാണ് കണ്ണടച്ചിരുട്ടാക്കുന്ന രീതിയിലുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന. അത് പ്രതിപക്ഷത്ത് നിന്നുള്ള ഒരു MP തന്നെ വ്യക്തമായി അതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം എഴുതുമ്പോൾ ആ വസ്തുതകൾ അത് മറച്ചുവെക്കാൻ സാധിക്കില്ല എന്നുള്ളത് സതീഷിനറിയാം. പക്ഷേ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഏത് വിഷയമാണെങ്കിലും വസ്തുതകൾക്കപ്പുറത്തേക്ക് അതിൽ സർക്കാരിനെ കൃത്യമായ രീതിയിൽ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്ന ഒരു നിലപാട്. പക്ഷേ അത് അദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു സമീപനമാണ് പാർട്ടിക്കുള്ളിൽ നിന്നാണെങ്കിലും മുന്നണിക്കുള്ളിൽ നിന്നാണെങ്കിലും ഉണ്ടാകുന്നത്. അത് ജനങ്ങൾ കൂടി തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കൊച്ചിയിലെ വ്യവസായ നിക്ഷേപ ഉച്ചകോടിയിൽ പോലും പങ്കെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പ്രതിപക്ഷ നേതാവിനെ എത്തിക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിലൊന്നും അതുമായി സഹകരിക്കുന്ന ഒരു മനോഭാവമായിരുന്നില്ല പ്രതിപക്ഷ നേതാവിനെങ്കിൽ ഇപ്പോൾ അതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതും അത് തന്നെയാണ് കാട്ടിത്തരുന്നത് വിനിഷ.